ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ 42ാമത്തെ ക്ലാസ് ആയിരിക്കും ഇത്. സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. അപ്പോൾ ഏകദേശം ഒരു 40 ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ബേസിക് കഴിഞ്ഞു, റൂട്ടിംഗ് എന്താണെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, നമ്മൾ റൂട്ടിംഗ് ചെയ്തു. ഇനി എടുക്കാൻ പോകുന്ന ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള CCNA ക്ലാസ്സുകളിൽ നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഈ വീഡിയോ നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്ത് അടിച്ചു വിട്ട് കാണരുത്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല. സബ്നെറ്റിംഗ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സബ്നെറ്റിംഗ് ഇല്ലെങ്കിൽ ഇനിയുള്ള ലാബുകളൊന്നും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയൂല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുഴുവനായിട്ടും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളിതിൽ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ അതിനൊക്കെ റീപ്ലൈ തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ പതുക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഞാൻ പതുക്കെ എടുക്കുള്ളൂ. 3-4 ക്ലാസ് കൊണ്ടൊക്കെയാണ് ഞാൻ സബ്നെറ്റിംഗ് തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സബ്നെറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അല്ലെങ്കിൽ എന്തിനാണ് സബ്നെറ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഈ സബ്നെറ്റിൻ്റെ ഉപയോഗം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ സബ്നെറ്റ് പറയുന്നതിന് മുമ്പ് നമുക്ക് IP അഡ്രസ്സിനെ കുറിച്ച് അറിയാലോ, അല്ലേ? IP അഡ്രസ്സിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, കാരണം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ IP അഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലാസ് സിയിലെ ഒരു IP അഡ്രസ്സ് എഴുതാം. ക്ലാസ് സിയുടെ ഒരു നെറ്റ്വർക്ക് ID ഉദാഹരണമായിട്ട് 192.168.10.0 ഇതൊരു നെറ്റ്വർക്ക് ID ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം എത്ര IP കിട്ടും? ഇപ്പോൾ 192.168.10.0 എന്നുള്ളതിൻ്റെ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? സബ്നെറ്റ് മാസ്ക് ഇവിടെ 3,255 ഒരു 0 ആണ്. ഇതാണ് ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് വരിക. ഇത് ഡെസിമൽ നമ്പറാണ്, അല്ലേ? ഇത് ഡെസിമലാണ്. നമ്മളിത് ഡെസിമലിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ബൈനറിയാണ്. അപ്പോൾ ഇത് സബ്നെറ്റ് മാസ്കും ഇത് IP അഡ്രസ്സും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ബൈനറിയാണ്. ശരിക്കും നമ്മളൊരു ഡെസിമൽ നമ്പറാണ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതെങ്കിലും അത് കമ്പ്യൂട്ടർ എന്തായിട്ട് എടുക്കുക? അത് ബൈനറി ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ 192.168.10.0 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സിൻ്റെ ബോക്സ് ഇങ്ങനെ ഉണ്ടാവും, അല്ലെ? IP കൊടുക്കുന്നൊരു ബോക്സ് ഉണ്ടാവും. അവിടെ നമുക്കിങ്ങനെ ഒരു 4 ബോക്സ് ഉണ്ടാവുക. ഓക്കെ, ഇതിലാണ് നമ്മൾ, ഇവിടെയാണ് നമ്മൾ 192 എന്ന് എഴുതുക. ഇവിടെ 168, ഇവിടെ 10, ഇവിടെ 1, 0 അല്ല 1, കാരണം 0 എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ID അല്ലേ. 1 ഇങ്ങനെ കൊടുത്തു. ഇതൊരു IP അഡ്രസ്സാണ്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഒരു IP അഡ്രസ്സാണ്. ഇനി ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇത് നമ്മൾ കൊടുക്കുന്ന ഡെസിമൽ നമ്പറാണ്. ശരിക്കും കമ്പ്യൂട്ടർ അതിനെ എന്താക്കിയിട്ട് എടുക്കുക? ബൈനറി ആക്കിയിട്ട് എടുക്കുക. ശരിക്കും നമ്മൾ ഈ 192 എന്ന് എഴുതുമ്പോൾ കമ്പ്യൂട്ടർ അതിനെ 192 എങ്ങനെ കാണുക? 192ൻ്റെ ബൈനറി ആയിട്ടാണ് കണക്കാക്കുക. 192ൻ്റെ ബൈനറി എത്രയാ? ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്, അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയുന്നത്. 192 എന്ന് പറയുന്ന ആകെ ബൈനറി നമ്പർ 2 ഉള്ളൂ, 0ഉം 1ഉം. ഡെസിമൽ നമ്പർ ഏതൊക്കെയാ? 0 മുതൽ 9 വരെയുള്ള നമ്പറിനെ ഡെസിമൽ എന്ന് വിളിക്കുക. അപ്പോൾ ബൈനറിനെ ഡെസിമൽ രൂപത്തിൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് അറിയണം. ഡെസിമലിനെ എങ്ങനെയാണ് ബൈനറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നും നമുക്കറിയണം. അപ്പോൾ 192 എന്നുള്ളത് ഒരു എന്ത് നമ്പറാണ്? ഡെസിമൽ നമ്പറാ. 1ഉം 9, 2ഉം കൂടെ ചേർന്ന്. അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കാൻ സുഖമാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1ൽ 2 പോവില്ല, അപ്പോൾ അടുത്ത സംഖ്യ എടുത്തു. 19ൽ എത്ര 2 ഉണ്ട് നോക്കുക. 19ൽ എത്ര 2 ഉണ്ട്? 9, 2, 18, ശിഷ്ടം 1. ആ 1നെ ഈ 2ൻ്റെ ഇപ്പുറത്തോട്ട് എഴുതി, ഇവിടെ 12 ആയി. 12ൽ എത്ര 2 ഉണ്ട്? 6, 2, 12, ശിഷ്ടം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. അങ്ങനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് വരണം. 9ൽ എത്ര 2 ഉണ്ട്? 4, 2, 8, ശിഷ്ടം 1. 1 ഇങ്ങോട്ട് എഴുതി. ഇപ്പോൾ ഇവിടെ എത്രയായി? 16. 16ൽ എത്ര 2 ഉണ്ട്? 8. 8, 2, 16, ശിഷ്ടം ഉണ്ടോ? ഇല്ല, 0.
48. 4 എത്ര 2 ഉണ്ട്? 2. ശിഷ്ടമുണ്ടോ? ഇല്ല, 0. 8 എത്ര 2 ഉണ്ട്? 4. ശിഷ്ടം 0. 2 എത്ര 2 ഉണ്ട്? 1. 4 എത്ര 2 ഉണ്ട്? 2. ശിഷ്ടം 0. ഓക്കെ, ഞാൻ കുറച്ച് ഇപ്പുറത്തോട്ട് എഴുതാനി. എവിടെ നിർത്തിയത്? 12ന്റെ കാര്യത്തിൽ അല്ലേ? 12 എത്ര 2 ഉണ്ട്? 6. ശിഷ്ടം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0. അതിൻ്റെ ബാലൻസ് ആട്ടോ, ഇവിടെ നിന്നുള്ള ബാലൻസ് ആണ് ചെയ്യുന്നത്. 6 എത്ര 2 ഉണ്ട്? 3. ശിഷ്ടം 0. 3 എത്ര 2 ഉണ്ട്? 1. ശിഷ്ടം 1. ഇങ്ങനെ അവസാനം 1 വന്നാൽ നിർത്തുക. ഇനി നമ്മൾ വാല്യൂ എഴുതുക ഈ താഴെ നിന്നിട്ടാണ്. ഇവിടെ 1 1, അപ്പോൾ 1 1, പിന്നെ എത്ര 0 ഉണ്ട് നോക്കുക. 1 2 3 4 5 6 0. 1 2 3 4 5 6. ഇതാണ് 192 എന്ന് പറയുന്ന സംഖ്യയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ. നമ്മൾ ഡെസിമൽ നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും കമ്പ്യൂട്ടർ അതിനെ സ്വീകരിക്കുന്നത് എന്ത് അഡ്രസ് ആയിട്ടാണ്? ബൈനറി. കാരണം കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറിയാണ്. അപ്പൊ കമ്പ്യൂട്ടർ അതിനെ ബൈനറി ആക്കിയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ അടുത്ത സംഖ്യ 168 എടുക്കാം. അപ്പൊ ഇതൊന്ന് മായ്ച്ചു കളയാം. എന്നിട്ട് നമുക്ക് 168 എടുക്കാം. 168ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാ? 168. നേരെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 2 പോവില്ല. 16 8. 8 എത്ര 2 ഉണ്ട്? 4. ശിഷ്ടം 0. വീണ്ടും 2 കൊണ്ട്. 8 എത്ര 2 ഉണ്ട്? 4. 4 എത്ര 2 ഉണ്ട്? 2. ശിഷ്ടം 0. 42 ആവുമ്പോൾ 21. ശിഷ്ടം 0 വരും. 21. 2 എത്ര 2 ഉണ്ട്? 2 1. 1 2 പോവില്ല, 0. ശിഷ്ടം അപ്പോൾ ഇവിടെ 1. ഇവിടെ 5. ശിഷ്ടം 0. ഇവിടെ 2. ശിഷ്ടം 1. ഇവിടെ 1. ശിഷ്ടം 0. അപ്പോൾ 168ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1 0 1 0 1 0 0 0. ഇതാണ് 168ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ഏത് ഡെസിമൽ നമ്പറും നമ്മൾ കൊടുത്താലും അതിനെയൊക്കെ കമ്പ്യൂട്ടർ എന്താക്കുക? ബൈനറി ആക്കുക. അപ്പം നമ്മുടെ IP അഡ്രസ്സിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, IP അഡ്രസ്സിൻ്റെ ബോക്സിലെല്ലാം ഒരു ബോക്സിൽ നമുക്ക് മാക്സിമം എത്ര ബൈനറി നമ്പർ, എത്ര ബിറ്റുകൾ കൊള്ളും? ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 0യും അടുത്ത ബിറ്റിന് എന്ന് പറഞ്ഞാൽ 1നെയാണ്. അപ്പോൾ 0യും 1ഉം ആണല്ലോ നമ്മുടെ ബൈനറി നമ്പർ. 0യും 1ഉം, ഇതിനെയാണ് ഒരു ബിറ്റ് എന്ന് വിളിക്കുക. ഇത് അടുത്ത ബിറ്റ്. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സിൻ്റെ ഒരു ബോക്സ് ഇല്ലേ, ഈ ബോക്സിൽ 4 ഒക്ടറ്റ് ഉണ്ടാവുക. 4 ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ മാക്സിമം 8 ബിറ്റ് ഉണ്ടാവുക. ഇതിനും 8 ബിറ്റ് ഉണ്ടാവുക. ഇതിനും 8 ബിറ്റ് ഉണ്ടാവുക. ഇതിനും 8 ബിറ്റ് ഉണ്ടാവുക. അങ്ങനെ മൊത്തം എത്ര ഉണ്ടാവും? ഒരു IP അഡ്രസ്സിന് മൊത്തം 32 ബിറ്റ് ഉണ്ടാവും. അങ്ങനെ 8 ബിറ്റ് അല്ലേ ഒരു കോളത്തിൽ ഉണ്ടാവുക. 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എത്രയാ? 1 2 3 4 5 6 7 8. ഇതാണ് 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. ഇവിടെ 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഇതാണ്. ഇതിന്റെ വാല്യൂ എത്രയാണെന്നറിയോ? ഡെസിമൽ വാല്യൂ 255 ആണ്. അപ്പോൾ ഒരു കോളത്തിൽ 8 ബിറ്റ് അല്ലേ ഉണ്ടാവുക? ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ 8 എണ്ണമാണ് അല്ലേ? 8 ബിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒക്ടറ്റ് എന്ന് വിളിക്കും. അപ്പോൾ 8 ബിറ്റ് ഉണ്ടാക്കും. 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ 255 ആണ്. അതുകൊണ്ടാണ് നമ്മുടെ IP അഡ്രസ് എല്ലാം 255 നിൽക്കുന്നത്. IP അഡ്രസ്സിന്റെ റേഞ്ച് കണ്ടോ? 0 to 255ന്റെ ഉള്ളിലായിരിക്കണം. കാരണം 255ന്റെ മുകളിലുള്ള ഒരു സംഖ്യ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ കഴിയൂല. കാരണം 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്, 81. അതിന്റെ വാല്യൂ എത്രയാണ്? 255 ആണ്. നമുക്ക് തിരിച്ചും ചെയ്യാൻ പറ്റണം. നമുക്ക് ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാലേ ബൈനറിനെ എന്താക്കാൻ അറിയണം? ഡെസിമൽ ആക്കാൻ അറിയണം. ബൈനറിനെ ഡെസിമൽ ആക്കി. ഇപ്പൊ ഡെസിമലിനെ ബൈനറി ആക്കാനാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ബൈനറിനെ ഡെസിമൽ ആക്കാൻ എന്താ ചെയ്യാം?
ബൈനറിനെ ഡെസിമൽ ആക്കാൻ വേണ്ടിയിട്ടേ ഞാനിപ്പോൾ ഒരു ബൈനറി നമ്പർ എഴുതാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 8 ഒന്നിടാം. 1 2 3 4 5 6 7 8. ഇതാണല്ലോ മൊത്തം 8 ബിറ്റ്. ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടുന്ന പറഞ്ഞേ? 255 ആവുന്ന പറഞ്ഞത് അല്ലേ? എങ്ങനെയാന്ന് നോക്കാം. 8 ബിറ്റ് അല്ലേ ഉള്ളത്? 1 2 3 4 5 6 7 8. 8 ബിറ്റ്. നമ്മൾ വലത് നിന്ന് ഇടത്തോട്ട് ബൈനറി നമ്പർ ഇട്ട് കൊടുക്കുക. ബൈനറി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ബൈനറി അല്ല, ഡെസിമൽ നമ്പർ. 0 1 2 3 4 5 6 7. എത്രയാണ് ഉണ്ടോ അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ഇട്ട് പോവുക. എന്ത് നമ്പർ? ഡെസിമൽ നമ്പറുകൾ ഇട്ട് പോവുക. പലരും പല രീതിയിലാട്ടോ സബ്നെറ്റിങ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പും ഞാൻ ചെയ്യുന്ന മെത്തേഡുമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഓൾറെഡി സബ്നെറ്റിങ് അറിയായിരിക്കും. അവർ ചിലപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മെത്തേഡിൽ പോയിക്കോ, കുഴപ്പമില്ല. ഞാൻ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ സബ്നെറ്റിങ് എന്താണെന്ന് അറിയാത്തവർക്കൊക്കെ ഞാൻ ചെയ്യുന്ന രീതിയിൽ ആണ് ഞാൻ അവർക്ക് സബ്നെറ്റിങ് പറഞ്ഞു കൊടുക്കുന്നതെന്നുള്ളൂ. രണ്ട് രീതിയിലും ചെയ്താലൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡെസിമൽ നമ്പർ എഴുതി, ബൈനറി നമ്പർ എഴുതി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കാനാണ്. ഇനി നമ്മൾ ഈ ഒന്നിനെ താഴത്തോട്ട് എടുത്ത് എഴുതാം. 1. ഈ ഒന്നിനെ താഴത്തോട്ട് എഴുതി. 1 ഇൻറ്റു ഇവിടെ 7 അല്ലേ? 2⁻7 പ്ലസ് അടുത്ത 1 താഴത്ത് എഴുതുക. 1 ഇൻറ്റു അടുത്ത എത്ര? 2⁻6 പ്ലസ് അടുത്ത 1 ഇൻറ്റു 2⁻5 പ്ലസ് 1 ഇൻറ്റു 2⁻4 പ്ലസ് 1 ഇൻറ്റു 2⁻3 പ്ലസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻0. ഇങ്ങനെയാണ്. അപ്പോൾ 1 ഇൻറ്റു ആദ്യം ഇവിടെ 2⁻7. 2⁻7 എന്ന് പറഞ്ഞാൽ എത്രയാ? 2⁻7 എന്ന് പറഞ്ഞാൽ 2നെ 7 വട്ടം ഗുണിക്കുക എന്നുള്ളതാണ്. ഇതാണ്. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 32, 32 ഇൻറ്റു 2 64, 64 ഇൻറ്റു 2 128. 2⁻6 എത്രയാ? 64. 2⁻5 എത്രയാ? 32. 2⁻4 16, 2⁻3 8, 2⁻2 4, 2⁻1 2, 2⁻0 1. ഇങ്ങനെ വരിക. അപ്പോൾ നമുക്കിവിടെ 1 ഇൻറ്റു 2⁻7. 2⁻7 എത്രയാ? 1 ഇൻറ്റു 2⁻7 എത്രയാ? 128 പ്ലസ് 1 ഇൻറ്റു 2⁻6 64 പ്ലസ് 1 ഇൻറ്റു 2⁻5 32 പ്ലസ് 1 ഇൻറ്റു 2⁻4 16 പ്ലസ് 1 ഇൻറ്റു 2⁻3 8 പ്ലസ് 1 ഇൻറ്റു 2⁻2 4 പ്ലസ് 1 ഇൻറ്റു 2⁻1 2 പ്ലസ് 1 ഇൻറ്റു 2⁻0 1. ആദ്യം ഗുണനം ചെയ്യുക. 1 ഇൻറ്റു 128 128 പ്ലസ് 64 പ്ലസ് 32 പ്ലസ് 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1. 128 64 192, 192 32 224, 224 16 240, 240 8 248, 248 4 252, 252 2 254, 254 1 255. ഇതാണ് ഡെസിമൽ നമ്പറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഏതൊരു ബൈനറി നമ്പറിനെയും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു ഡെസിമൽ നമ്പറിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇനി ഞാൻ വേറൊരു ബൈനറി നമ്പർ കൂടി എഴുതാം. 1 0 1 0 1 0 1 1 1 1 2 3 4 5 6 7 8 9 9 എണ്ണം ഉണ്ട്. 8 എണ്ണം ആക്കാം. ഓക്കെ, നമുക്ക് ഇത് വായിക്കാം. ഓക്കെ, എങ്ങനെ കാണുക? താഴത്തോട്ട് എഴുതാം. 1 0 1 0 1 0 1 0 1 0 1 1. ഇങ്ങനെയല്ലേ? അപ്പോൾ ഇതെങ്ങനെ എഴുതുക? 1 0 1 0 1 0 1 1 1 0. അപ്പോൾ നമ്മൾ ഇത് എഴുതുക. 1 ആദ്യം 1 എടുത്ത് എഴുതുക. 1 ഇൻറ്റു ഇവിടെ നിന്ന് നമ്പർ ഇട്ട് കൊടുക്കുക അല്ലേ? 0 1 2 3 4 5 6 7. 1 ഇൻറ്റു 2⁻7 പ്ലസ് അടുത്ത 0 ഇൻറ്റു 2⁻6 പ്ലസ്
1 into 2 raised to 5a plus 0 into 2 raised to 4a plus 1 into 2 raised to 3a plus 0 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0. എത്ര കിട്ടുക? 1 into 2 raised to 7 128 പ്ലസ് 0 into 2 raised to 6 2 raised to 6 64. പക്ഷെ ഇവിടെ 0 കൊണ്ട് ഗുണിക്കണ്ടേ, അപ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഈ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 128 പ്ലസ് 1 into 2 raised to 5 2 raised to 5 എത്രയാ? 32. 1 into 2 raised to 5 1 into 32 പ്ലസ് ഇത് നോക്കേണ്ട ആവശ്യമില്ല. 1 into 2 raised to 3 2 raised to 3 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 8 പ്ലസ് 1 into 2 raised to 1 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ 1 into 2 പ്ലസ് 1 into 2 raised to 0 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 into 1 128 32 160 160 8 168 168 2 170 170 1 171 കിട്ടുക. ഈ 170നെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും കിട്ടും. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയാണ് ബൈനറിനെ ഡെസിമലിലോട്ടും ഡെസിമലിനെ ബൈനറിയിലോട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു IP അഡ്രസ്സ് ഡെസിമൽ ആയി കൊടുത്താലും അത് ബൈനറി ആയിട്ടാണ് കമ്പ്യൂട്ടർ സ്വീകരിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് സബ്നെറ്റിങ്ങിലോട്ട് വരാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്ലാസ് സിനെ കുറിച്ചാണ്. ക്ലാസ് സിയുടെ റേഞ്ച് നമുക്കറിയാം. ക്ലാസ് സിയുടെ റേഞ്ച് 192നും 223നും ഇടയിലായിരിക്കണം ആദ്യത്തെ ബിറ്റ്. പിന്നെയുള്ള ബിറ്റൊക്കെ 0 to 255 ഈ ഒരു റേഞ്ചിലായിരിക്കണം. 255 അവസാനിക്കുന്നതിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ. 8 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ 255 ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിന്റെ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? ആദ്യത്തെ 3 എണ്ണമാണ് നെറ്റ്വർക്ക് ഐഡിനെ സൂചിപ്പിക്കുന്നത്, പിന്നുള്ളത് ഹോസ്റ്റ് ഐഡിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇതിലൊരു നെറ്റ്വർക്ക് എടുത്താൽ 192 168 10 എന്നെടുത്താൽ ഇതിന്റെ അകത്ത് നമുക്ക് ഏതൊക്കെ IP വരും? ആദ്യത്തെ IP 192 168 10 1 പിന്നെ 10 2 10 3 10 4 പോയി 192 168 10 255. ഈ 10 255 എന്നുള്ളതാണ് അവസാനത്തെ IP. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് മാക്സിമം 10 1 കൊടുക്കാം, 10 2 10 3 10 4. ലാസ്റ്റത്തെ IP എത്രയാണ്? 10 255 192 168 10 255 എന്നുള്ളതാണ് അതിൽ അവസാനത്തെ IP ആയിട്ട് വരുന്നത്. ഈ അവസാനത്തെ IP ഉണ്ടല്ലോ, ഈ IP നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടി റിസർവ് ചെയ്ത് വെക്കും. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളത് സിസ്റ്റങ്ങൾക്ക് കൊടുക്കാറില്ല. ഒരു IP അഡ്രസ് റേഞ്ചിലെ അവസാനം വരുന്ന IP അഡ്രസ് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രോഡ്കാസ്റ്റിംഗ് അഡ്രസ് എന്ന് പറയും. അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു IP അഡ്രസ് ആണ് നമ്മുടെ നെറ്റ്വർക്ക്. ഇതാണ് അല്ലെ, ഈ നെറ്റ്വർക്കിലെ ഈ ഒരു IP അഡ്രസ് ആണ് എന്ത് അഡ്രസ്? ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ഇതാണ് ഇതിൽ ആദ്യത്തെ IP അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാന്നറിയാം? ഫസ്റ്റത്തെ IPനെ ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് എന്ന് വിളിക്കാം. ഏറ്റവും അവസാനത്തെ IP ഏതാണ്? അത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയി മാറി. ഈ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സിന് തൊട്ട് പിന്നിലുള്ള IP ഏതായിരിക്കും? ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സിന് തൊട്ട് പിന്നിലുള്ള IP ഏതാ? 192 168 10 254 ആണ്. ഈ അവസാനത്തെ IPനെ നമുക്ക് എന്ത് വിളിക്കാം? ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് എന്ന് വിളിക്കാം, അവസാനത്തെ IP. അപ്പോൾ ഒരു IP അഡ്രസ് എടുത്തു കഴിഞ്ഞാൽ 192 168 10 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ID എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ സാധിക്കുന്ന IPനെ നമ്മൾ എന്ത് വിളിക്കാം? ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് എന്ന് വിളിക്കാം. അത് ചുരുക്കിയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ FVH എന്ന് എഴുതാം. അവസാനത്തെ കമ്പ്യൂട്ടറിന് കൊടുക്കാവുന്ന IPനെ എന്ത് വിളിക്കാം? ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് LVH എന്ന് വിളിക്കാം. അതിന്റെ ഏറ്റവും അവസാനമുള്ള IPനെ എന്ത് ഉപയോഗിക്കാം? ബ്രോഡ്കാസ്റ്റ് അഡ്രസ് BA എന്ന് വിളിക്കാം. അപ്പോൾ ഒരു നെറ്റ്വർക്കിന് എന്തൊക്കെയുണ്ട്? FVH ഉണ്ട്, ആദ്യത്തെ കമ്പ്യൂട്ടറിന് കൊടുക്കാവുന്ന ആദ്യം അവൈലബിൾ ആയിട്ടുള്ള IP ഉണ്ട്. പിന്നെ LVH ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള IP ഉണ്ട്. പിന്നെ LVH കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് വരുന്ന IP ഏതാണ്? ആ നെറ്റ്വർക്ക് ഐഡിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് അഡ്രസ് എന്ന് പറയുന്ന അഡ്രസ്സും ഉണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് 1 മുതൽ 254 വരെ 192, 168, 10 1 മുതൽ 192, 168, 10 254 വരെ നമുക്ക് അവിടെ സിസ്റ്റങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത്രയും IP നമുക്ക് അവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ സബ്നെറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഓഫീസ് ഞാനൊരു ചിത്രം വരച്ചിട്ട് സബ്നെറ്റിങ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ഓഫീസിൽ മൊത്തം 4 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പം 4 ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അക്കൗണ്ട്സിലൊരു 40 കമ്പ്യൂട്ടർ ഉണ്ട്, ഹോസ്റ്റ് 40. പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് IT എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ ഒരു 35 കമ്പ്യൂട്ടർ ഉണ്ട്. വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ ഒരു 20 കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ 20 ഹോസ്റ്റ്, 20 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. HR നമുക്കൊരു 15 കമ്പ്യൂട്ടർ ഉണ്ട്. അങ്ങനെ ഇവിടെ മൊത്തം 4 നെറ്റ്വർക്കാണുള്ളത്. അപ്പോൾ 4 നെറ്റ്വർക്ക് ഉണ്ടാവുമ്പോൾ 4 വ്യത്യസ്ത നെറ്റ്വർക്കുകളല്ലേ ഉപയോഗിക്കേണ്ടേ? അപ്പോൾ ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന IP, അവിടെയുള്ള സിസ്റ്റങ്ങൾക്കൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന IP 192, 168, 10 1 മുതൽ 40 വരെ. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ID എത്രയാ? 192, 168, 10 0. IT ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ കൊടുത്തിരിക്കുന്ന IP 192, 168, 20 1 മുതൽ 35 വരെ. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ID എത്രയാ? 192, 168, 20 0. ഫ്രണ്ട് ഓഫീസിന് ഞാൻ കൊടുത്തിരിക്കുന്ന IP 192, 168, 30 1 മുതൽ 20 വരെ. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ID എത്രയാ? 192, 168, 30 0. HR ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന IP 192, 168, 40 1 മുതൽ 15 വരെ. അതിൻ്റെ നെറ്റ്വർക്ക് ID എത്രയാ? 192, 168, 40 0. ഇങ്ങനെ ഇവിടെ എനിക്ക് 4 IP അഡ്രസ്സ്, 4 റേഞ്ചുകൾ എനിക്കിവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഫസ്റ്റത്തേൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് 192, 168, 10 1 മുതൽ 10 40 വരെയുള്ള IP കൊടുത്തു. ഇനി 41 മുതൽ അവിടെ 254 വരെയുള്ള IPകൾ. ഇപ്പം ഈ ഒരു IP അഡ്രസ് ഇല്ലേ, ഈ ഒരു റേഞ്ച്, ഇതിൽ ശരിക്കും 41 മുതൽ 254 വരെയുള്ള IPകൾ അവിടെ ഫ്രീ ആണ് അല്ലേ? അവിടെ വേസ്റ്റേജ് സംഭവിക്കുകയാണ്. 41 മുതൽ 254 വരെ അവിടെ നമ്മൾ യൂസ് ചെയ്യാതിട്ടിരിക്കുകയാണ്, അൺയൂസബിൾ IP അഡ്രസ്സുകളാണ്. രണ്ടാമത്തെ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ 36 മുതൽ 254 വരെ, കാരണം 20 1 മുതൽ 20 35 വരെ നമ്മൾ പീസുകളെ കൊടുത്തിട്ടുണ്ട്. 36 മുതൽ 254 വരെ നമുക്ക് അവിടെ അൺയൂസബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കുകളാണ്, IP അഡ്രസ്സുകളാണ്. മൂന്നാമത്തെ നെറ്റ്വർക്കിൽ നോക്കുമ്പോൾ 30 1 മുതൽ 30 20 വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ 21 മുതൽ 254 വരെ അവിടെ അൺയൂസബിൾ ആയിട്ടുള്ള IP അഡ്രസ്സുകളാണ്. 40 1 മുതൽ 40 15 വരെ നമ്മൾ സിസ്റ്റങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് HR ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട്. അവിടെയും 16 മുതൽ 254 വരെ അൺയൂസബിൾ ആയിട്ടുള്ള IP അഡ്രസ്സുകളാണ്. അപ്പോൾ ഇവിടെ IP അഡ്രസ്സിന്റെ വേസ്റ്റേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ IP അഡ്രസ്സിന്റെ വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലാവുമ്പോൾ നമ്മൾ അവിടെ ഒരു IP അഡ്രസ്സ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 4 ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ളപ്പോൾ അവിടെ 4 വ്യത്യസ്ത റേഞ്ചുകളിലുള്ള IP അഡ്രസ്സുകൾ കൊടുക്കേണ്ടി വരും അല്ലേ? കാരണം ഓരോ നെറ്റ്വർക്കും മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അത് വ്യത്യസ്ത നെറ്റ്വർക്ക് ആണെങ്കിൽ 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 4 സ്ഥലങ്ങളിൽ നമ്മൾ വ്യത്യസ്ത IPകൾ എന്ത് ചെയ്യണം? കൊടുക്കേണ്ടി വരും. ഈ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു IP അഡ്രസ് എടുത്ത്, ഒരു നെറ്റ്വർക്ക് ID എടുത്ത്, ആ നെറ്റ്വർക്ക് IDനെ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഡിഫറെന്റ് നെറ്റ്വർക്കുകളാക്കി തിരിക്കാൻ സാധിക്കും. അതാണ്, ഒരു നെറ്റ്വർക്ക് എടുത്ത് നമ്മുടെ കമ്പനിക്ക് എത്ര നെറ്റ്വർക്ക് ആവശ്യമുണ്ടോ അത്രയും നെറ്റ്വർക്കുകളാക്കിയിട്ട് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ 4 ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, ഞാൻ ഒറ്റ IP അഡ്രസ് ഉപയോഗിച്ചിട്ട് 192, 168, 10 0 ഈ ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട്, ഈ ഒരൊറ്റൊരു നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് സബ്നെറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ 4 വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
ഒറ്റ റേഞ്ച് 192, 168, 10, 0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ എൻ്റെ ആ നെറ്റ്വർക്കിനെ എനിക്ക് വ്യത്യസ്ത നെറ്റ്വർക്കുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ VLAN എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചല്ലോ. സ്വിച്ചിന്റെ ഒരു 64 പോർട്ടുള്ള സ്വിച്ചോ അല്ലെങ്കിൽ 32 പോർട്ടുള്ള സ്വിച്ചിനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു IP അഡ്രസ് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. എങ്ങനെയാണ് സബ്നെറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പൊ സാധാരണ രീതിയിൽ ക്ലാസ് സിയുടെ ആദ്യം ക്ലാസ് സി എന്ന് തുടങ്ങുന്ന ഒരു IP അഡ്രസ് ഞാൻ ഇവിടെ എഴുതാം. 192, 168, 10, 0. ഇതിന്റെ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 255, 255, 255, 0. ഇതിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇതിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഈ സബ്നെറ്റ് ചെയ്തിട്ടുള്ള സബ്നെറ്റ് മാസ്ക് ഇല്ലേ, ഈ സബ്നെറ്റ് മാസ്കിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്താ കിട്ടുക? 255 കൺവേർട്ട് ചെയ്താൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 ഇതാ കിട്ടുക. നമ്മൾ നേരത്തെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത 255 ചെയ്താലോ 1, 2, 3, 4, 5, 6, 7, 8. അടുത്തതിനെ ചെയ്താലും 1, 2, 3, 4, 5, 6, 7, 8. പിന്നെ ഉള്ളത് 0 ആണ്. ഒരു കോളത്തിൽ 8 ബിറ്റ് അല്ലേ വരേണ്ടത്? ഇവിടെ 8 ബിറ്റ് ഉണ്ട്, 8 ബിറ്റ് ഉണ്ട്, 8 ബിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. ഹോസ്റ്റ് ഐഡിയുടെ ഇത് 8 ബിറ്റ് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വിടർത്തി എഴുതിയെന്നുള്ളൂ. 8 ബിറ്റ് ആണല്ലോ ഒരു ബോക്സിൽ, ഒരു ഒക്ടറ്റ് 8 ബിറ്റ് ആണല്ലോ. അപ്പോൾ 8 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ ക്ലാസ് സി ആണിത്. ക്ലാസ് സിയിൽ ആദ്യത്തെ 3 ബൈറ്റ്, ഓക്കെ, ആദ്യത്തെ 24 ബിറ്റ്, ഒരു ബൈറ്റിൽ 8 ബിറ്റ് അല്ലേ ഉണ്ടാവുക. ഇതാണ് ഒരു ബൈറ്റ്, ഒരു ഒക്ടറ്റ് എന്ന് പറയുന്നത്. 8 8 16 8 24. അപ്പൊ ആദ്യത്തെ 24 ബിറ്റാണ് നെറ്റ്വർക്ക് ID, പിന്നുള്ള 8 ബിറ്റാണ് എന്ത്? ഹോസ്റ്റ് ID. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ക്ലാസ് സി ഒക്കെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? 192, 168, 10, 0/24 എന്നിടും. 24 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 24 ബിറ്റാണ് നെറ്റ്വർക്ക് ID. എന്നുവെച്ചാൽ സബ്നെറ്റ് മാസ്ക് എന്താ വരിക? 255, 255, 255, 0 എന്നുള്ളതാണ് സബ്നെറ്റ് മാസ്ക് വരിക. ക്ലാസ് ബി ആണെങ്കിൽ എങ്ങനെ എഴുതുക? ക്ലാസ് ബി ആണെങ്കിൽ 16 എന്ന് എഴുതും. കാരണം ആദ്യത്തെ 2 255, 255, പിന്നുള്ളത് 0 0 അല്ലേ. അപ്പൊ ആദ്യത്തെ 2 ബൈറ്റാണ് എന്ത് ID? നെറ്റ്വർക്ക് ID. ക്ലാസ് എ ആണെങ്കിൽ എന്താ എഴുതുക? 8 എന്ന് എഴുതുക. 255, 0 0 0 എന്നല്ലേ സബ്നെറ്റ് മാസ്ക് വരിക. അപ്പോൾ ഒരെണ്ണം അല്ലേ 255 വരുന്ന ആദ്യത്തെ മാത്രം, ബാക്കിയുള്ളതൊക്കെ 0 അല്ലേ. അപ്പോൾ 8 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ, 8 എണ്ണല്ലേ നെറ്റ്വർക്ക് ID. അപ്പോൾ 8 എന്ന് എഴുതും. അതിനെ CIDR വാല്യൂ എന്ന് എഴുതുക. ക്ലാസ് സിയുടെ CIDR വാല്യൂ എത്രയാണ്? 24 ആണ്. ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൗട്ടിംഗ്, CIDR. അപ്പോൾ CIDR വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. 24 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 24 ബിറ്റാണ് നെറ്റ്വർക്ക് ID. അപ്പോൾ സബ്നെറ്റ് മാസ്ക് എത്ര എഴുതാം? 255, 255, 255, 0 എന്നുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത FEH ഏതാ? ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് എഴുതുമ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് എത്രയാ? 192, 168, 10, 1. ഇതാണ് FEH. LVH എന്താ വരിക? ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ബ്രോഡ്കാസ്റ്റ് എത്രയാ? 192, 168, 10, 255. LVH എത്രയാ? 192, 168, 10, 254. ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതാണ് സാധാരണ ക്ലാസ് സി ഉള്ളത്. നമുക്ക് സബ്നെറ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സബ്നെറ്റിങ് എങ്ങനെ ചെയ്യുമെന്ന് അറിയോ? നമ്മുടെ നെറ്റ്വർക്ക് ഈ CIDR വാല്യൂ ഇല്ലേ, ഈ CIDR വാല്യൂ എത്രയാണ്? ക്ലാസ് സിയുടെ ഡിഫാൾട്ട് CIDR വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. ഈ CIDR വാല്യൂവിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് വ്യത്യസ്ത നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നമ്മൾ CIDR വാല്യൂവിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 24 ആണ് ക്ലാസ് സിയുടെ ഡിഫാൾട്ട് ആയിട്ടുള്ള CIDR വാല്യൂ. അത് നമുക്ക് മാറ്റം വരുത്തിയിട്ട് എങ്ങനെയാണ് സബ്നെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സബ്നെറ്റിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ. ബൈനറി, ഡെസിമൽ, അതേപോലെ CIDR വാല്യൂ, എങ്ങനെയാണ് ക്ലാസ് സിയുടെ നെറ്റ്വർക്ക് ID, അതേപോലെ FEH, LVH എന്താണ്, ബ്രോഡ്കാസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വരും ക്ലാസ്സിൽ നമുക്കിതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സ്പീഡിലാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ
കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ പറഞ്ഞാലുള്ളൂ എനിക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന മെത്തേഡ് ഞാൻ മാറ്റങ്ങൾ വരുത്താം. ഇപ്പം ഞാൻ ഏകദേശം ഒരു കുറച്ച് സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ഇങ്ങനെ തന്നെ പോയിക്കോളാൻ പറയുക, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലാത്തവർ പറഞ്ഞു തരുമോ, അപ്പോൾ ഞാൻ ക്ലാസ്സിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം. നമുക്ക് നാളെ അപ്പോൾ ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് സബ്മിറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി ബാലൻസ് ക്ലാസ് സിയുടെ സബ്മിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെന്ന് സ്റ്റാർട്ട് ചെയ്യാം.